ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ജൂൺ 14 സോങ്ങിൻ്റെ ഗിറ്റാർ ടാബാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു കവർ വേർഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു കവർ സോങ് നോക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടാബും കൂടെ നോക്കിയിട്ട് പഠിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലൈൻ വരുന്നത് ജൂൺ പോനാൽ ജൂലൈ കാറ്റ്. അത് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കളിപ്പിക്കാം. സ്റ്റാർട്ടിങ് വരുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. സെക്കൻഡ് സ്ട്രിങ്ങിൽ ഏഴാമത്തെ ഫ്രെട്ടിൽ 1 ടൈം സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഏഴാമത്തെ ഫ്രെട്ട് തന്നെയാണ്. അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ് തന്നെയാണ് കംപ്ലീറ്റ് വരുന്നത്. 5ാമത്തെ ഫ്രെട്ട്, എന്നിട്ട് 5ൽ നിന്ന് 7ലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം ജൂലൈ കാറ്റിൽ നിന്ന് വരുന്ന ഒരു ലൈൻ വരുമ്പോൾ 10, 9, അതിനുശേഷം 5, എന്നിട്ട് 5ൽ നിന്ന് 7ലോട്ട് വീണ്ടും സ്ലൈഡ് ചെയ്യുക. ഒന്നും കൂടെ സ്ലോ ആയിട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്ലൈഡിംഗ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ബിഗിനേഴ്സിന് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആവുമെന്ന് പറഞ്ഞിട്ട് സ്ലൈഡിംഗ് എല്ലാം കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡിങ് ഈസി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് സ്ലൈഡ് കൊടുത്തിട്ട് പ്ലേ ചെയ്യാം. അതായത് ഇങ്ങനെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് 7ാമത്തെ ഫ്രെട്ട് സെക്കൻഡ് സ്ട്രിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ സ്ലൈഡിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 5ൽ നിന്ന് 7ലോട്ട് സ്ലൈഡ് കൊടുത്തിട്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കേൾക്കാൻ കുറച്ചും കൂടെ രസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ സ്ലൈഡ് കൊടുത്തിട്ട് വായിച്ചത്. സ്ലൈഡ് കൊടുക്കാതെ ആണെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ് സ്ലൈഡ് കൊടുത്താൽ ഇങ്ങനെ വരും. സ്ലൈഡ് കൊടുക്കാതെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സ്ലൈഡ് കൊടുത്തിട്ട് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ സ്ലൈഡ് കൊടുക്കാതെയും പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരുപാട് സ്ലൈഡ് കൊടുത്തിട്ടില്ല. ജസ്റ്റ് സ്ലൈഡ് കുറച്ചൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടും പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ലൈനിലോട്ട് പോകാം. അടുത്ത ലൈൻ കൺ പാർത്താൽ കാതൽ കാറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ പ്ലേ ചെയ്ത് കളിപ്പിക്കാം. അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വരും. കൺ പാർത്താൽ കാതൽ കാറ്റ്. ആ ഒരു ലൈനിൽ ഫസ്റ്റ് സ്ട്രിങ്ങിൽ 7, 5, എന്നിട്ട് 5ൽ നിന്ന് 7ലോട്ട്. അതായത് ആ ഒരു ലൈൻ വരുന്ന സമയത്ത് ഫസ്റ്റ് സ്ട്രിങ് 7ാമത്തെ ഫ്രെട്ട്, എന്നിട്ട് 5ൽ നിന്ന് 7ലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം 3ാമത്തെ ഫ്രെട്ട്, എന്നിട്ട് 3, 5, എന്നിട്ട് 7, 5 ഇങ്ങനെ വരും. അതിനുശേഷം പൂത്താൽ തേൻ വരുമേ. നമ്മൾ നേരത്തെ വായിച്ച സെയിം നോട്ട് തന്നെയാണ്. അതായത് സെക്കൻഡ് സ്ട്രിങ്ങിൽ സ്ലൈഡ് കൊടുക്കുക. ഇവിടുന്ന് 5ൽ നിന്ന് 7ലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് സ്ട്രിങ്ങിൽ 7, 5, 5ൽ നിന്ന് 7ലോട്ട്. അതിനുശേഷം 10, 9, എന്നിട്ട് 5, എന്നിട്ട് 5ൽ നിന്ന് 7ലോട്ട്. അതിനുശേഷം പെൺ പാർത്താൽ തീ വരുമേ. ആ ഒരു ലൈൻ വരുന്ന സമയത്ത് ഫസ്റ്റ് സ്ട്രിങ് 5ാമത്തെ ഫ്രെട്ട്, എന്നിട്ട് 7ൽ നിന്ന്, ഇതൊക്കെ ഫസ്റ്റ് സ്ട്രിങ് തന്നെയാണ് പറയുന്നത്, 5ാമത്തെ ഫ്രെട്ട്, അതിൽ നിന്ന് 7ൽ നിന്ന് 10ലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം 9, എന്നിട്ട് 5, 7. തീ വരുമേ. അതിനുശേഷം എന്നാച്ച് തോന്നലേ. ആ ഒരു ലൈൻ വരുന്ന സമയത്ത് സെക്കൻഡ് സ്ട്രിങ്ങിൽ 7ാമത്തെ ഫ്രെട്ട്, എന്നിട്ട് ഫസ്റ്റ് സ്ട്രിങ് 7, അതിനുശേഷം 10,
എന്നിട്ട് 5-ൽ നിന്ന് 7-ലോട്ട് സ്ലൈഡ് ചെയ്യുക. മൂന്നാമത്തെ ഫ്രെട്ട് വീണ്ടും 3, 5 എന്നിട്ട് 7, 5. ഇതൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിരിക്കുന്ന നോട്ട് തന്നെയാണ്. ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് സ്ട്രിങ് 7 എന്നിട്ട് 5-ൽ നിന്ന് 7-ലോട്ട് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ഫ്രെട്ട് എന്നിട്ട് വീണ്ടും 1 ടൈം കൂടെ 3 സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് 5, 7, 5. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും. അതിനുശേഷം നട്ട് പാച്ച് ലവ് വില്ലായി, അത് കുറച്ച് ഹൈ നോട്ടാണ്. ആ ഒരു നോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നാണ് പ്ലേ ചെയ്യേണ്ടത്. അതായത് 14-ാമത്തെ ഫ്രെട്ട് നട്ട് പാച്ച് ലവ് വില്ലായി, ആ ഒരു ലൈൻ വരുന്ന സമയത്ത് 14-ാമത്തെ ഫ്രെട്ട് എന്നിട്ട് 12-ൽ നിന്ന് 14-ലോട്ട് ഒരു ഫാസ്റ്റായിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്യുക. അതിനുശേഷം 10, വീണ്ടും 10-ാമത്തെ ഫ്രെട്ട് 9, 5, 5-ൽ നിന്ന് 7-ലോട്ട് ഇങ്ങനെ വരും. അതിനുശേഷം അടുത്ത ലൈൻ വരുന്നത് ലവ് വാച്ച് നട്പില്ലായി. ആ ഒരു ലൈൻ വരുന്ന സമയത്ത് ഇങ്ങനെ വരും. അതായത് 5-ാമത്തെ ഫ്രെട്ട് എന്നിട്ട് 7-ൽ നിന്ന് 10-ലോട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് 9-ാമത്തെ ഫ്രെട്ട് 5, 7, 10, 9. അതിനുശേഷം നേற்று என்பதும் கையில் இல்லை നാളെ என்பதுം. അതിനുശേഷമാണ് അടുത്ത ലൈൻ വരുന്നത് നേற்று என்பதும் கையில் இல்லை നാളെ என்பதுം പയ്യിൽ இல்லை என்று மட்டுமே നെഞ്ചിൽ മിച്ചമുണ്ട്. ആ ഒരു ലൈൻ വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് വരുമ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ 7, 9. അതിനുശേഷം 10-ാമത്തെ ഫ്രെട്ട് 9 തവണ 9 ടൈംസ് പ്ലേ ചെയ്യുക. 10th ഫ്രെട്ട് അതിനുശേഷം 9th ഫ്രെട്ട് ജസ്റ്റ് 9 തവണ സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം 12th ഫ്രെട്ട് 7 ടൈംസ് സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം 14th ഫ്രെട്ട് 2 ടൈംസ് സ്ട്രൈക്ക് ചെയ്യുക. അതിനുശേഷം 10, 9 ഇങ്ങനെ വരും. ഒന്നുകൂടെ സ്റ്റാർട്ടിങ് സിമ്പിളാണ്. അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. ഇങ്ങനെ വരും. അതായത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുക. അത് സ്ട്രൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് നോർമലായിട്ടും സ്ട്രൈക്ക് ചെയ്യുക. ഇങ്ങനെ അപ്പം അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടും സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ നോർമൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോലെ ഡൗൺ സ്ട്രോക്ക് ആയിട്ടും സ്ട്രൈക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ലിറിക്സ് നോക്കിയിട്ട് ഒന്നുകൂടെ 7, 9, 10th 9th ഫ്രെട്ട് 12th ഫ്രെട്ട് 14th 2 തവണ സ്ട്രൈക്ക് ചെയ്യാം. എന്നിട്ട് 10, 9. അതിനുശേഷം വീണ്ടും 7, 9 എന്നിട്ട് 10th ഫ്രെട്ട് അതിനുശേഷം 9th ഫ്രെട്ടും കൂടെ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം 5, 7 അതിനുശേഷം 10, 9 അൻപേ. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ആയിട്ട് പ്ലേ ചെയ്യാം.
അതിനുശേഷം 5, 7, 10, 9 എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ജൂൺ പോനാൽ സോങ്ങിൻ്റെ ടാബ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയാണ് ജൂൺ പോനാൽ സോങ്ങിൻ്റെ നോട്ട്സ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.